ഹലോ മക്കളെ, നമ്മളെ സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കൃത്യമായിട്ട് സെറ്റ് ആക്കി പോവാണ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ സൗണ്ട് വേവ്സ് ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടുമായിട്ടാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ലിമിറ്റ്സ്. ഓക്കെ, മേജർ ആയിട്ട് നമ്മൾ എല്ലാവരും ഹ്യൂമൻസ് ആണ്. അപ്പൊ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന ചില ലിമിറ്റ്സ് ഉണ്ട്. സോ നമ്മൾ പറയാം അതിനെന്ത്, ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് പരിധിയാണ്. എന്തിന്റെ പരിധിയാണ്? ശ്രവണ പരിധി. ഓക്കെ, അപ്പൊ നമ്മൾ മനുഷ്യന്മാരുടെ ശ്രവണ പരിധി എങ്ങനെ നമ്മൾ നോക്കാം. നമുക്കുള്ള പരിധിയാണ് എന്താടാ, 20 ഹേർട്സ് ടു 20,000 ഹേർട്സ്. അതായത് 20 ഹേർട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ആവൃത്തി ഇല്ലേ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്രീക്വൻസി. റെഡി? സോ നമ്മുടെ ഫ്രീക്വൻസി 20 മുതൽ 20,000 വരെ നമ്മൾ ഹ്യൂമൻസിന് കേൾക്കാൻ പറ്റും. സോ 20-ൽ കുറഞ്ഞാലോ അല്ലെങ്കിൽ 20,000-ൽ കൂടിയാലോ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. സോ അങ്ങനത്തെ സൗണ്ട് നമ്മൾ എന്ത് പറയും? സോ ഇത് നമുക്ക് ഹ്യൂമൻ എന്താണ്, ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ട് ആണ്. ഓക്കെ, ഹ്യൂമൻസിന് ഓഡിബിൾ ആണ്. റെഡി? സോ ഇനി ഹ്യൂമൻസിന് ഓഡിബിൾ അല്ലാത്ത സൗണ്ട് നോക്കണ്ടേ. അപ്പോൾ 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടുകൾ നമ്മൾ പറയുന്നത് ഇൻഫ്രാസോണിക് എന്ന് പറയും. ഓക്കെ, പിന്നെ ഇനി നമ്മൾ കേൾക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ 20,000 അല്ലെങ്കിൽ 20,000-ന് മുകളിലുള്ള സൗണ്ടുകൾ നമ്മൾ എന്ത് പറയും? അൾട്രാസോണിക് എന്ന് പറയും. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണ്, ഹ്യൂമൻസിന് എന്തായാലും നമ്മൾ പറഞ്ഞു 20,000-20,000 ഇടയിൽ കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞു. സോ ആ ഒരു റീജിയനിലാണ് എന്ത്, ഹ്യൂമൻസിന് കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ നടക്കുന്നത്. സോ ഇൻഫ്രാസോണിക്കിലേക്ക് വരികയാണെന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് എന്ത്, എലഫന്റ് കമ്മ്യൂണിക്കേഷൻസ്. എലഫൻസ്, അതുപോലെയുള്ള ചില ആനിമൽസിന്റെ കമ്മ്യൂണിക്കേഷൻ. എലഫന്റ്, ഡോൾഫിന്. റെഡി? അതേപോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയി നോക്കേണ്ടത്, നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കിയിട്ടുണ്ട്, സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞിട്ട്. സോ സീസ്മിക് വേവ്സ് ഉണ്ടാവുന്നത് എവിടെയാണ്? ഈ ഒരു റീജിയനിലാണ്. ഓക്കെ, റെഡി? പിന്നെ നമ്മൾ അൾട്രാസോണിക് സൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വേവ്സ് ആർക്കാണ്? അവിടെ നമ്മൾ ഡോഗ്സ്, അതുപോലെ ബാറ്റ്സ് എന്ന് പറഞ്ഞാൽ വവ്വാലുകള്, നാഴകള്, അതുപോലെയുള്ള ആളുകള് സൗണ്ട് അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റീജൻ ഏത് റീജൻ ആണ്? അൾട്രാസോണിക് റീജൻ ആണ്. ഓക്കെ, സോ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട്, നമ്മൾ ഈ ഡോഗ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മ വേണ്ട ഒരു കാര്യമാണ് എന്ത്, ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞത്. സോ ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില സിനിമകളിൽ, റിംഗ് മാസ്റ്റർ ആണെന്ന് തോന്നുന്നു, നമ്മൾ റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നായകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിസില്. ഓക്കെ, ഈ വിസിൽ ഊതുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ഹ്യൂമൻസ് കേൾക്കില്ല, പക്ഷെ നായകൾ എന്ത് ചെയ്യും, ആ ഒരു വിസിലിന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ആ ഒരു വിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഏത് ഫ്രീക്വൻസിയിലാണ്? നമ്മുടെ അൾട്രാസോണിക് ഫ്രീക്വൻസിയിലാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയും അൾട്രാസോണിക് ആവൃത്തി എന്ന് പറയും. സോ ഈ ഒരു ആവൃത്തിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടുകൾ, അതിനു വേണ്ടി നമ്മൾ വിസിൽ, യൂസ് ചെയ്യുന്ന വിസിലാണ് നമ്മൾ എന്ത് പറയാ, ഗാൾട്ടൺ വിസിൽ. ഓക്കെ, സോ മക്കൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ചില നമ്മളെ ഹേർട്സ്, അതായത് 20 ഹേർട്സ് ഉണ്ട്, 20,000 ഹേർട്സ് ഉണ്ട്. സോ ഈ ഒരു റീജിയനിലാണ് നമ്മൾ ഹ്യൂമൻസിന്റെ നമ്മൾ പറഞ്ഞു. അവിടെ നമുക്ക് കാണാവുന്നതാണ് ഡോഗ്സിന്റെ കുറച്ച് ഭാഗങ്ങൾ. പിന്നെ ഇതെന്ത് ചെയ്യും, ഇത് അൾട്രാസോണിക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു പോകും. സോ അതുപോലെ മോത്സ്, എലഫൻസിന്റെ എന്ത് ചെയ്യും, ഇൻഫ്രാസോണിക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു പോകും. അതുപോലെ നമുക്ക് പീജൻസ് അല്ലെങ്കിൽ നമ്മൾ പ്രാവുകൾ, ഇതെന്ത് ചെയ്യും, ഇൻഫ്രാസോണിക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു പോകും. സോ സീസ്മിക് വേവ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ബോക്സ് മക്കൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കണം. കാരണം ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ഇൻഫ്രാസോണിക്കിന് എക്സാമ്പിൾ ചോദിക്കാം, ചിലപ്പോൾ അൾട്രാസോണിക്കിന് എക്സാമ്പിൾ ചോദിക്കാം. ഓക്കെ, ആ രീതിയിൽ എന്ത് ചെയ്യാം മക്കളെ, ഈ ഒരു ബോക്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമ്മളിപ്പോ അൾട്രാസോണിക് ഇൻഫ്രാസോണിക്കും പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ അൾട്രാസോണിക്കിന്റെ കുറച്ച് യൂസസ്, ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ മക്കള് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് താളെ തന്നെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏത് റീജിയൻ ആണ്? ബാറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൾട്രാസോണിക് റീജിയൻ ആണ്. സോ അൾട്രാസോണിക് റീജിയൻസ് എന്ത് ചെയ്യും, ബാറ്റുകള് ഈ അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ റിഫ്ലക്ട് ചെയ്ത് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിന്റെ കമ്മ്യൂണിക്കേഷൻ നടക്കും, അതേപോലെ അതിന്റെ എരപിടിക്കൽ നടക്കും. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തുന്നത് അൾട്രാസോണിക് സൗണ്ട് ബാറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ,
അപ്പൊ നമ്മൾ ഒന്നാമത്തെ യൂസേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ യൂസേജ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ യൂസേജ് ആണ് അൾട്രാസോണോഗ്രാഫി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്തിട്ട് മക്കളെ നമ്മളെ ഇന്റേണൽ ഓർഗൻസ്, നമ്മളെ ഹ്യൂമൻസിന് ഇന്റേണൽ ഓർഗൻസിനൊക്കെ സ്കാൻ ചെയ്യുക, അതുപോലെ ചില രോഗങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് റേഡിയേഷൻ അടിക്കാൻ വേണ്ടി നമ്മൾ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുക. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്ത്, അൾട്രാസോണോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ മക്കൾ കൃത്യമായിട്ട് അൾട്രാസോണോഗ്രാഫി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്യാണ്, മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈ അൾട്രാസോണോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, മക്കൾക്ക് ഇതിന്റെ നോട്ടുകൾ എന്ത് ചെയ്യും നമ്മൾ തരുന്നുണ്ട്. നമ്മളെ വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ നോട്ടിലുള്ള ആക്സസ് നിങ്ങൾക്ക് കിട്ടും. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മളെ നോട്ടുകളെല്ലാം കിട്ടും. അവിടെ നിന്നും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മതി. ഓക്കെ, റെഡി. നമ്മളെ മൂന്നാമത്തുള്ളതാണ്, നമുക്ക് വളരെ സ്പൈറലും കോയിലൊക്കെ ആയിട്ട് ചുറ്റി തിരിഞ്ഞിട്ടുള്ള കമ്പികൾ നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ, ഓക്കെ, നമുക്ക് അതിന്റെ ഉള്ളിലൂടെ എന്തെങ്കിലും ഇട്ടിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, അൾട്രാസോണിക് വേവ്സുകൾ. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ അൾട്രാസോണിക് വേവ്സിൽ യൂസ് ചെയ്ത് നമ്മൾ ഈ ചെറിയ നാരോ പൈപ്പ്സിലും അതുപോലെ ചുറ്റിത്തിരിഞ്ഞുള്ള പൈപ്പുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സോണാർ എന്ന് പറയുന്നത്. സോ സോണാർ എന്ന് പറഞ്ഞാൽ എന്താണ്, മക്കൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഒന്നുമില്ല, നമ്മള് കടലില് കുറെ കപ്പലുകളും കുറെ ചെറിയ ബോട്ടുകളും അതുപോലെ വലിയ അന്തർവാഹിനികളൊക്കെ പോകാറുണ്ട്. സോ ഇവര് നമ്മുടെ കടലിന്റെ അടിത്തട്ടിൽ എന്ത് ചെയ്യും, അവരുള്ള പൊസിഷൻ അവർ മനസ്സിലാക്കും. ഓക്കെ, മനസ്സിലാക്കണം. നമ്മളിപ്പോ ഭൂമിയിലെ സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, നമുക്കറിയാം നമ്മൾ എവിടെ ആക്കണം. അതേപോലെ ഇവര് അവരുടെ അടിത്തട്ടുകളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കടലിന്റെ അടിത്തട്ടുകളുമായിട്ട് എന്ത് ചെയ്യും, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, ആ അടിത്തട്ടുകളായിട്ട് അവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതായത് എത്ര ദൂരം ഉണ്ടോ അല്ലെങ്കിൽ മുമ്പിൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ, ആ ഒരു രീതിയിൽ അവരെന്ത് ചെയ്യും, കാര്യങ്ങൾ മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഈ അൾട്രാസോണിക് സൗണ്ട്സ് യൂസ് ചെയ്യും. സോ ആ ഒരു ടെക്നോളജി നമ്മൾ പറയുന്ന പേരാണെന്ത്, സോണാർ എന്നുള്ളത്. സോ സോണാറും അൾട്രാസോണോഗ്രാഫിയും എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മക്കൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, റെഡി. നമ്മൾ അൾട്രാസോണിക് ആയിട്ട് നമ്മൾ ഇൻഫ്രാസോണിക്കിനെ കുറിച്ചാണ് പറയേണ്ടത്. സോ ഇൻഫ്രാസോണിക്കിനും എന്തുണ്ട്, ചില യൂസസുകൾ ഉണ്ട്. അപ്പൊ ഇൻഫ്രാസോണിക്കിന്റെ യൂസസ് നമ്മൾ നോക്കുന്നത്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എന്ത്, എലഫന്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ആനകൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആനകള് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, അതേപോലെ എർത്ത് ക്വേക്ക് ആണ് മറ്റൊരു കാര്യം. എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ ഭൂകമ്പം എന്ന് പറയും. സോ എങ്ങനെ ഭൂകമ്പവും നമ്മളെ ഇൻഫ്രാസോണിക് സൗണ്ടുകളും കണക്ട് ആവുന്നുള്ളത് നമുക്ക് നോക്കേണ്ടതല്ലേ. സോ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ സീസ്മിക് വേവ്സ് എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. മക്കളെ മുന്നത്തെ പാട്ടിൽ പോയി നോക്കിയാൽ മക്കൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. സോ ഈ സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും ഔട്ടർ ലെയർ ആയിട്ടുള്ള, ഓക്കെ, നമ്മുടെ ഭൂമിയുടെ ഔട്ടർ ലെയർ നമ്മൾ എന്ത് പറയും, എർത്തിന്റെ ക്രസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഭൂവൽക്കം എന്ന് പറയും. ഈ ലെയറിൽ ഉണ്ടാവുന്ന ചില ചേഞ്ചുകൾ, ഓക്കെ, ചില ചേഞ്ചുകൾ എന്ത് ചെയ്യും, ഈ നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റിലൂടെ ആ ഒരു ലെയറിലൂടെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും. ആ സമയത്ത് ആ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലൂടെയാണ്, ഒരു വേവ്സ് രീതിയിലൂടെയാണ്. ആ വേവ്സിനാണ് നമ്മൾ എന്ത് പറയാ, സീസ്മിക് വേവ്സ് എന്ന് പറയാം. സോ ഈ സീസ്മിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, പല സ്ഥലങ്ങളിലും ഭൂമി കുലുക്കുണ്ടാവും. സോ ഈ അടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, വെനസ്വലയില് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭൂമി കുലുക്കം ഉണ്ടായിട്ടുണ്ട്. അതും വലിയ നാശങ്ങളാണ് ഉണ്ടാക്കുക. സോ ഈ ഭൂമി കുലുക്കം അല്ലെങ്കിൽ നമ്മൾ എർത്ത് ക്വേക്കും നമ്മുടെ ഇൻഫ്രാസോണിക് സൗണ്ടിന്റെ റീജിയനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ മക്കൾ കൃത്യമായിട്ട് അതിനെ കുറിച്ചിട്ട് ഓർമ്മ ഉണ്ടാവുക. ഇനി ഈ സീസ്മിക് വേവ്സിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ശാഖന സീസ്മോളജി എന്നാണ് പറയാ. ഓക്കെ, സീസ്മോളജി. സോ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അത് നോക്കി വെക്കുക. അതേപോലെ നമ്മൾ ഈ സ്കെയിൽ, അതായത് ഇപ്പോൾ നമ്മൾ പറയും ഒരു ഭൂകമ്പം നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഇത്രത്തോളം തീവ്രതയുള്ള ഭൂകമ്പമായിരുന്നു, അല്ലെങ്കിൽ ഇത് പണ്ട് നടന്ന ഭൂകമ്പത്തിന്റെ അത്രത്തോളം തീവ്രതയല്ല, ഇതെങ്ങനെ നമ്മൾ അളക്കുക. സോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിൽ ഉണ്ട്. ആ അളക്കുന്ന സ്കെയിലിന്റെ പേരാണ് നമ്മൾ റിച്ചർ സ്കെയിൽ എന്ന് പറയാം. സോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 വേർഡ് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ റിച്ചർ സ്കെയിൽസിലുള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് മക്കൾ എന്ത് ചെയ്യുക, കൃത്യമാണ് നോട്ട് ചെയ്യുക. ഓക്കെ, റെഡി. ഇനി മൂന്നാമതുള്ള യൂസ് ആണ്, അല്ലെങ്കിൽ മൂന്നാമതുള്ള ഇത് അപ്ലിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ആപ്ലിക്കേഷൻ എന്താണ്, സുനാമിയാണ്. ഓക്കെ, നമ്മൾ ഭൂകമ്പം പറഞ്ഞു, വളരെ ഡിസാസ്റ്റർ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, സുനാമി എന്ന് പറയുന്നത്. അപ്പൊ ഭൂകമ്പവും അതുപോലെ സുനാമി എന്താണ്, ഡിസാസ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഡിസാസ്റ്ററസ് വേവ്സ് എന്നുകൂടെ എന്ത് പറയും, ഡിസാസ്റ്ററസ് വേവ്സ് എന്നുകൂടെ ഇയാളെ പറയുന്നുണ്ട്. ഓക്കെ, സോ സുനാമി എങ്ങനെ കണക്ട് ആവുന്നു,
നമ്മൾ കടലുണ്ടാവുന്ന നമ്മൾ തിരമാലകൾ കാണാറില്ലേ? മക്കളെല്ലാവരും തിരമാലകൾ കണ്ടിട്ടുണ്ട്. ആ തിരമാലകൾ എന്ത് പറഞ്ഞാൽ ചെറിയൊരു വേവ് ഫോം തന്നെയാണ് എന്ത് ഈ തിരമാലകളും. ഈ തിരമാലകൾ അങ്ങ് വലുതായി ജൈജാന്റിക് ആയാല് അല്ലെങ്കിൽ ഈ ജലവിന്യാസത്തെ എന്ത് ചെയ്യാണ് വൻതോതിലായിട്ടാവാം. ഓക്കെ, ആ ഈ ജൈജാന്റിക് ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് അത് സുനാമി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇതും ആക്ച്വലി എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എർത്ത് കേക്കുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ വോൾക്കാനിക് എറപ്ഷൻസ് കടലിന്റെ അടികളിലൊക്കെ പല സ്ഥലത്തുണ്ട് വോൾക്കാനോസ് ഉണ്ട് അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങളുണ്ട്. സോ ഇവിടെയൊക്കെ എന്ത് ചെയ്യും ഈ വാട്ടറിൽ ഡിസ്പ്ലേസ്മെന്റ്സ്, അതായത് വാട്ടറിൽ വലിയ ചേഞ്ചുകൾ ഉണ്ടാവും. ഈ എർത്ത് കേക്ക് സംഭവിക്കുന്നത്, വോൾക്കാനിക് എറപ്ഷൻ സംഭവിക്കും. അപ്പോഴാണ് എന്ത് ചെയ്യുക വലിയ രീതിയിൽ ജൈജാന്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നത് ഈ ഒരു തിരമാലകൾ വരുന്നു, അത് സുനാമി എന്ന രീതിയിൽ നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്. സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ സെറ്റാക്കി. സോ അതിന്റെ ഫുള്ള് സൗണ്ടിനെ കുറിച്ചിട്ട് പഠിച്ചു നമ്മൾ. പിന്നെ സൗണ്ടിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു. സോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ഹ്യൂമൻസിന് ഓഡിബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റ് 2 സ്കെയിലിൽ, അതുപോലെ അൾട്രാസോണിക്കും ഇൻഫ്രാസോണിക്കും ഈ സൗണ്ടുകൾ കുത്തി കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു, സെറ്റ് ആക്കിയിട്ടുണ്ട്. മക്കൾക്ക് ഇതിനെല്ലാം നോട്ട്, ഓക്കെ, ഇതിനെല്ലാം നോട്ട്, വൃത്തിയായിട്ടുള്ള നോട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട്. എല്ലാവരും നമ്മളെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ട് നമ്മളെ നോട്ട് എടുക്കുക. നമ്മൾ നോട്ട് എടുത്തിട്ട് കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം ഈ ഓണം എക്സാം സെറ്റ് ആക്കിയിട്ട് മാറ്റാം. ഓക്കെ മക്കളെ, അപ്പൊ ബൈ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് വേണം കേട്ടോ.